എല്ലാ ജനപ്രിയ വണ്ടികളാണ് കേട്ടോ. ആളുകൾ അന്വേഷിക്കുന്ന വണ്ടി സ്വിഫ്റ്റ് കാർ, റിഡ്സ്, അതുപോലെ തന്നെ വാഗണർ, പിന്നെ ചെറിയ പൈസക്ക് ഒരുപാട് സെഡാൻ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതാ ഓഡി A4, ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ്. 560 കൊടുക്കുക, 560 തരും. ഒറിജിനൽ ഓഡി A4 ആണ് കേട്ടോ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ കാർ 84ലാണ് കേട്ടോ. അതായത് സാധാരണക്കാര വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ചെറിയ ബഡ്ജറ്റിൽ, നോർമൽ ബഡ്ജറ്റിൽ വാഹനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഒരു സാധാരണക്കാർ അന്വേഷിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെ ബ്രോ? 5 ലക്ഷത്തിന്റെ ഉള്ളിലല്ലേ എല്ലാം ഉള്ളത്? എല്ലാം ഉള്ളത് 5 ലക്ഷത്തിന്റെ ഉള്ളിലാണ്. 5 ലക്ഷത്തിന് പുറത്ത് കുറവാണ്. ഈ എല്ലാ ജനപ്രിയ വണ്ടികളാണ് കേട്ടോ. ആളുകൾ അന്വേഷിക്കുന്ന വണ്ടി സ്വിഫ്റ്റ് കാർ, റിഡ്സ്, അതുപോലെ തന്നെ വാഗണർ, പിന്നെ ചെറിയ പൈസക്ക് ഒരുപാട് സെഡാൻ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതാ ഓഡി A4, ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ്. 560 കൊടുക്കുക, 560 തരും. ഒറിജിനൽ ഓഡി A4 ആണ് കേട്ടോ. അപ്പോ പിന്നെ ഇതിന്റെ ഓണറാണ് ഷെഫീഖ് ഭായ് ആണ്. ഷെഫീഖ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് വണ്ടി പോയിട്ടുണ്ടല്ലേ? ചെറിയ, അതായത് വിലപ്പാകുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വണ്ടി പോകുന്നത്. വിലപ്പാകം ഉണ്ടെങ്കിൽ വണ്ടി ആരും വന്ന് എവിടുന്ന് എടുത്തുകൊണ്ട് പോകും അല്ലെ? പിന്നെ ഇത് എങ്ങനെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്? കരിപ്പൂർ എയർപോർട്ടിന് തൊട്ടടുത്ത്, നായര പെട്രോൾ പമ്പ് തൊട്ട് അടുത്താണ്. അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. കരിപ്പൂർ എയർപോർട്ടിന്റെ കുമ്മിണിപ്പറമ്പ്. ഓക്കെ. അപ്പോ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ, വണ്ടിയുടെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ. 2-3 നമ്പർ ഉണ്ടാവും. വേറെ ഒരു പാർട്ട്ണറും ഉണ്ടല്ലോ, രണ്ടാള്. ഓക്കെ. അപ്പോ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ആക്കണ്ട കേട്ടോ. എല്ലാം ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ്. അപ്പോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. നേരെ വണ്ടിയിലേക്ക് പോവാം. ഷെഫീഖ് ഭായ്, നമുക്ക് ആദ്യമായിട്ട് ഓഡി തന്നെ കാണിച്ചാലോ? അതെ അല്ല, വില കുറഞ്ഞത് നമുക്ക് അടുത്ത് കാണിച്ചു കൊടുക്കാം. ആദ്യം ഒരു പ്രീമിയം വണ്ടി തന്നെ ആയിക്കോട്ടെ. ഓഡി A4 ആണല്ലേ? A4. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2010 ലാസ്റ്റ് വണ്ടി. 2010 പുതിയ പേപ്പർ 5 കൊല്ലത്ത് പുതിയ പേപ്പർ. ഓക്കെ. ഇത് ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടോ ഇത് ഒന്നിന്റെ അടുത്തുണ്ടാവും. ഒന്നിന്റെ മോഡുണ്ട്, ചെറുങ്ങനെ ഒന്നിന്റെ മേലൊക്കെ ഉണ്ട്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക് വണ്ടി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി വണ്ടി, മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ഇത് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും ഈ വണ്ടിയിൽ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. നോക്കിയില്ല? ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അത് നോക്കിട്ട് പറഞ്ഞു കൊടുക്കല. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു 2010 വണ്ടിന്ന് കണ്ടാ പറയൂല ആൾക്കാർ. കാരണം എന്താ വെച്ചാല് നാലാള് നോക്കും. അതും ബ്ലാക്ക് കളർ. ഇപ്പൊ നല്ല ട്രെൻഡ് ആയിട്ട് കളിക്കുന്ന കളർ നോക്കും. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 560 കൊടുക്കാം. 560 കൊടുക്കാം. ലോണൊന്നും കിട്ടൂലല്ലോ? ലോൺ പ്രയാസമാണ്. ലോൺ കിട്ടാൻ സാധ്യത കുറവാ. റെഡി കായ് കൊണ്ടുവന്നാല് അല്ലെ കൊണ്ടുപോവാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടല്ലേ? ഇവിടെ ഒരു ഹൂണ്ടായിന്റെ i10 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. ഇത് 2012 മോഡൽ വണ്ടി. 12 മോഡലാണ്. 27 വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? അതെ. ഓക്കെ. CVT ആണ്. കാറ്റത്തുനിന്ന് താഴത്ത് ഇറങ്ങൂല. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വണ്ടി. ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടില് പിന്നെ പെണ്ണുങ്ങൾക്കെല്ലാം യൂസ് ആക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. CVT കാർ ഏറ്റവും ബെറ്റർ ആണ്. ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം CVT കാർ. അപ്പോ ഇത് ഓട്ടോ എത്ര? ഇത് 65,000 ഓടിട്ടുള്ളൂ. ഇത് ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടല്ലോ ഇതില്. ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഏതാ ഓപ്ഷൻ പിന്നെ? ഇത് സ്പോർട്സ് ആണ്. ഫുള്ളാണ്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ടയർ ഫുൾ കട്ട ടയർ ഉണ്ട്. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് അല്ലേ? മെക്കാനിക് എന്തുവാണ്? സൂപ്പർ. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 260 കൊടുക്കാം. 260 കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞു നിങ്ങള്? 2012 മോഡൽ. 12 വണ്ടി അല്ലേ? വന്നോട്ടെ, മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം. ലോൺ എത്ര കിട്ടും മാക്സിമം? ലോൺ ഇതിൽ ഒരു 1.5 ലോൺ കിട്ടും അല്ലെ? ആവശ്യക്കാർ വന്നോട്ടെ. ഇവിടെ ഒരു കിഡ് കാണിച്ചു കൊടുക്കുക. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 രജിസ്റ്റർ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 2018 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? 65,000 ഓടിയിട്ടുള്ളൂ. ഓട്ടോ കുറവ്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് ഇടിക്കുത്ത് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ഈ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ മേജർ ഇല്ല. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഒരേ ഒരു ഓണർ. ഓക്കെ. ടെൻഷൻ വേണ്ട. ഈ എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2.55 കൊടുക്കാം. 2.55 കൊടുക്കാം. ലോൺ ഫുള്ള് കിട്ടൂലേ? ഇത് ഫുള്ള് കിട്ടും. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി 2.55 ചോദിക്കണം അല്ലേ? ഓക്കെ. ഈ സെഡാൻ വണ്ടി, ഈ സ്കോഡന്റെ
ഓക്ടോവിയ അല്ല. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഡീസൽ അല്ല വണ്ടി? 2005 മോഡല്. 2005 ഡീസൽ. 30 വരെ പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പർ ഉണ്ട്. വണ്ടി സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ല? ഓക്കെ, സൺറൂഫ് ഒക്കെ ഉള്ള ഒരു വാഹനം കേട്ടോ. അതും ചെറിയൊരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് കൊടുക്കല. ഇത് പിന്നെ വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി അല്ല? മിയാമിയാ? ആ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? തട്ടുമുട്ട് ഇടികുത്ത് ഇല്ല? ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ല? എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 1.70 കൊടുക്കാൻ പറ്റും. 1.70 കൊടുക്കാം. ആ, ഓക്കെ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ അല്ല? ഒരു ടെൻഷൻ വേണ്ട. വണ്ടി എല്ലാം, അതായത് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. നല്ല വണ്ടി. പിന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മൂപ്പര് പറയാ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എന്നാ പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് ഫുൾ നോക്കിക്കോ. ഇവിടെ നമുക്ക് ഹോണ്ടന്റെ സിവിക്, ഈ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ചെക്കന്മാർക്ക് പറ്റിയ വണ്ടി അല്ല? ഹോണ്ടന്റെ സിവിക് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2008 മോഡല്. 8 മോഡല്. ഓക്കെ. 28 വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല, മാത്രം കുറച്ചോ ഈ അലോയ്സ് ഇപ്പൊ ഓൾറെഡി ഉണ്ട് അല്ലെ വണ്ടിയില്? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത്. പേപ്പർ 28 വരെ ഉണ്ട്. വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് ഇല്ലല്ലേ? ഓക്കെ. മെക്കാനിക് എന്തുപാട്? സൂപ്പറാ. ആ, എത്രക്ക് ചെയ്യത്? ഇത് നമുക്ക് 2.35 കൊടുക്കാം. 2.35 കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ പറ്റല്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ജനപ്രിയ വണ്ടി ഡിസൈർ ആണ്, ഡീസൽ ആണ്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ കയറ്റിനല്ലേ? ഇത് എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? 2011 മോഡൽ. 11 31 വരെ പേപ്പർ ഉണ്ടാവും. അതെന്തേ? പുതിയ പേപ്പർ എടുത്തു. ആ, ഓക്കെ. പുതിയ പേപ്പർ എടുത്ത വണ്ടി. ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്കാര്. 5 കൊല്ലത്തേന് ഒന്നും ചിന്തിക്കാനില്ല. ഇത് പിന്നെ തട്ടുമുട്ട് VDI ആണ്, ഡീസൽ ആണ്. AC പവർ സ്റ്റിയറിംഗ്. ഇത് ടൂറാ ഡിസൈർ? അല്ലല്ല, ഡിസൈർ തന്നെ അല്ല? ഓക്കെ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും കേട്ടോ ഇതില്. അതെ അതെ. എത്ര ചെയ്യാതെ? നമുക്കിത് 2.15 കൊടുക്കാം. 2.15 കൊടുക്കാം. ലോൺ കിട്ടോ ഇതിന്? ലോൺ ശ്രീരാമ ചെയ്യാം. ശ്രീരാമ ചെയ്യാനും പറ്റൂല്ലേ? ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു വോക്സ് വാഗന്റെ വെൻഡോ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലില് 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതും ഒറിജിനൽ കേരള വണ്ടി അല്ലേ? സാധാരണ ഇങ്ങനത്തെ വണ്ടികൾക്ക് വണ്ടികൾ ഉണ്ടാവലുണ്ട്. ഇത് കേരള വണ്ടിയാണ്, ഡീസലാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഫുള്ള് ഓപ്ഷൻ ആണ് വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.10 ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. കണ്ടി ചിമ്മിട്ട് എടുക്കാം. ഈ വണ്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ് മൂപ്പര് പറയുന്നത്. നല്ല കിണ്ണം പോലത്തെ വണ്ടി എന്നാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വെന്റൊക്കെ വോക്സ് വാഗന്റെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ഇത് എത്രക്ക് കൊടുക്കാം ബ്രോ? നമുക്കിത് 2.65 കൊടുക്കാം. 2.65 കൊടുക്കല. ലോണും ഫുള്ള് കിട്ടും. ഏകദേശം 2 രൂപന്റെ മുകളിൽ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ഇതെവിടെ കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാഗനർ. ഇത് എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? 2019 1.2 19 അല്ലേ? ZXi ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ലോഡ് വണ്ടി അല്ല? ZXi പ്ലസ് ഉണ്ടല്ലോ ഫുള്ള്. ഓക്കെ. ഇത് ഓട്ടം എത്ര ഉണ്ട്? ഇത് 45,000 ഓടിയിട്ടുള്ളൂ അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, മേജറായിട്ട് ഒന്നും. നല്ല അടിപൊളി കളർ കേട്ടോ, ആളുകള് ഇഷ്ടപ്പെടുന്ന ഒരു കളർ. വേറെ തട്ടുമുട്ടി ഇടി കുത്തൊന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല അല്ല? നീറ്റ് ആൻഡ് ക്ലീൻ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 4.5 കൊടുക്കാൻ പറ്റും. 4 കൊടുക്കാം. ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ. ലോണും കയറും. ഫുള്ള് ലോൺ കൊടുക്കുക. ഇത് ഓണർഷിപ്പ് 1 2 സിംഗിള്, ഒരേ ഒരു ഓണർ ഫുള്ള് ലോണിൽ കൊടുക്കാം. ഓക്കെ. നല്ല കിണ്ണം പോലത്തെ ഒരു ഇയോണ് കാണിച്ചു കൊടുക്കുക. അലോയ്സ് ഒക്കെ എക്സ്ട്രാ കയറ്റിനല്ലേ? നല്ല കിതുമത്തിന്റെ അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ടാറൊക്കെ അത്യാവശ്യം ഫുൾ കട്ട ടാർ ഉണ്ട്. ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2014 മോഡൽ സിംഗിൾ ഓണർ. 14 സിംഗിൾ ഓണർ ആണ്. ഓട്ടത്തിനുണ്ടാവും 60,000 കിലോമീറ്റർ മാത്രം ഓടിന. ഇത് ഓപ്ഷൻ ഏതാ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ല? ഓക്കെ. ഇത് ലോക്ക് അയക്കണം ഉള്ളു കാണിക്കാന്. പിന്നെ വണ്ടി റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. തട്ടുമുട്ടി ഇടി കുത്തൊന്നുമില്ല. എത്ര കൊടുക്കാൻ പറ്റും? നമുക്കിത് 1.50 കൊടുക്കാം. 1.50 കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. 14 വണ്ടി 1.50 ആണ് ചോദിച്ചിട്ടുള്ളത്. അതും
30,000-40,000 ആലോചിച്ച് തന്നെ ഉണ്ട് അല്ല. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു സഡാൻ വാനാണ് വോക്സ് വാഗന്റെ ജെറ്റ അല്ല. ഓക്കെ, എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡൽ? 2009 മോഡൽ, പുതിയ പേപ്പറിൽ. 29 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, വണ്ടി കേരള വണ്ടി അല്ലേ? അതെ. ഫുൾ ലോഡ് വണ്ടി അല്ലേ? അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതെ, 10 എയർ ബാഗ് വരുന്നുള്ളൂ. 10 എയർ ബാഗ് തന്നെ വരുന്നുണ്ടോ? ഓ, പിന്നെ വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? മെക്കാനിക് ഒക്കെ എന്തുപാട്? കുഴപ്പമില്ല. എത്ര ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 1.90 കൊടുക്കാം. 1.90 കൊടുക്കാം. ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഈ സ്കോഡന്റെ റാപ്പിഡ്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2012 മോഡൽ. ഇത് ഡീസലിൽ മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി അല്ല. ഓക്കെ, മോഡൽ എത്ര പറഞ്ഞേ? 2012. ഓക്കെ, 27 വരെ പേപ്പർ ഉണ്ടാവും. വണ്ടി എന്തുപാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ? മെക്കാനിക്കൽ സൂപ്പറാ. സൂപ്പറാണ്. ഇന്റീരിയർ ഭാഗത്ത് നല്ല കിരുമത്തിന്റെ സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഇടിമുത്തൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇത് ഫുൾ ലോഡ് വണ്ടിയാ? ഇത് അലോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതില്? എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്കൊരു 1.70 കൊടുക്കാം. 1.70. മാനുവൽ വണ്ടി അല്ല? കേരള വണ്ടി അല്ലേ ഇത്? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. വാഗനറിൽ CNG വണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല അടിപൊളി കളറുമാണ്. CNG ആണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ മൈലേജും കിട്ടും. പെട്രോൾ വിത്ത് CNG ആണ് കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? ഇത് 2016-17 രജിസ്റ്റർ. 17 രജിസ്റ്റേർഡ് ഉണ്ട് അല്ലേ? LXI VXI? LXI ആണ്. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് ഓട്ടോ ഒരു 1.5 മുകളുണ്ട്. ഇത് കേരള വണ്ടി തന്നെയാ? അല്ല, റീ വണ്ടി അല്ല, നമ്പർ മാറി വണ്ടി. അതെ, വണ്ടി വേറെ മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ലല്ലേ? ഓക്കെ, കട്ടയുള്ള ടാറൊക്കെ ഉണ്ട്. പിന്നെ വേറെ മെക്കാനിക് എന്തുവാണ്? മെക്കാനിക് കുഴപ്പമില്ല. എത്രക്ക് ചെയ്യാൻ പറ്റൂത്? ഇത് നമുക്കൊരു 2.60 കൊടുക്കാം. 2.60 കൊടുക്കല്ലേ? ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ഓക്കെ, ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, അതും ഡിസൈർ ആണ്, ടൂർ ആണ് അല്ലെ? എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? ഇത് 2016 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. 16 രജിസ്റ്റേർഡ്. ഓക്കെ, വണ്ടി എന്തുപാട്? മെക്കാനിക്കൽ സൂപ്പറാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര പവർ വിൻഡ് തന്നെ? VDI അല്ലേ ഇത് വണ്ടി? അല്ല, ഇത് ടൂർ ആകുമ്പോൾ LD ആണ്. ഓക്കെ, LD അല്ലേ? ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. മെക്കാനിക് സൂപ്പറാണല്ലേ? ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ ഒരു 1.5 ഉണ്ടാവും അല്ലേ? എത്രക്ക് ചെയ്യാം? ഇത് നമുക്കൊരു 2.90 കൊടുക്കാം. 2.90 കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം അല്ല? ഒരു പൈസ വേണ്ട. 2016 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടൂറാണ്. 2.90 ആണ് ആസ്ക് ചെയ്യുന്ന. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വാഗനർ കാണിച്ചു കൊടുക്കാം അല്ലേ ബ്രോ? ഇത് എങ്ങനെയായിരുന്നു? ചെറിയ പൈസ കൊടുക്കാം. എത്രയായിരുന്നു മോഡൽ? ഇത് 2011 മോഡൽ. 11 വണ്ടി. ഓക്കെ, പുതിയ പേപ്പർ എടുത്തുക്കണ? LXI ഇല്ല. എടുത്തു കൊടുക്കും? 7 മാസമാണ്. എടുത്തു കൊടുക്കാം. എടുക്കാതെ കൊടുക്കാം. ഓക്കെ, ഇനി 7 മാസം ഉണ്ടല്ലേ? ഇനി 1.5 മാസം അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ആവശ്യക്കാർ അതായത് എടുത്തത് കൊടുക്കുന്നെങ്കിൽ എടുത്തു കൊടുക്കാം അല്ലേ? 7 മാസമാണ് റിന്യൂവൽ വരുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അത് നിങ്ങൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ സംസാരിച്ചോളി. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാലേ. ഇത് 2013 സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 85,000 ഓടിറ്റുള്ളൂ. ഓട്ടം കുറവുണ്ട്. ഓക്കെ, തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല? ഇല്ല, വേറെ ഇടികുത്തൊന്നുമില്ല. മെക്കാനിക് എന്തുപാട്? കുഴപ്പമില്ല. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ടെൻഷൻ വേണ്ട. എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് ടാക്സ് അടിച്ചിട്ട് 1.60 കൊടുക്കാം. പേപ്പർ നിങ്ങൾ റിന്യൂവൽ ഒരു മാസം ടൈം ഉണ്ടല്ലോ, 1.5 മാസം ടൈം ഉണ്ടല്ലോ. ടാക്സ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ടാക്സ് അടിച്ചിട്ട് നമുക്ക് 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. നിങ്ങൾ 5 കൊല്ലത്ത് പുതിയ പേപ്പർ എടുത്ത്? അതെ, 3500 വരുള്ളൂ പിന്നെ പേപ്പറിന്. ഓക്കെ, ആവശ്യം. ഇതുമത്തിന്റെ ഒരു പെട്ടി പീസ് ഡീസൽ വണ്ടി, ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. ഡീസൽ ആണ്. ഒരു റയർ പീസാണ് കേട്ടോ. 10-25 കിലോമീറ്റർ മൈലേജ് കിട്ടും ഇതില്. ഇത് മോഡൽ എത്രയാണോ? 2018 മോഡൽ സെക്കൻഡ് ഓണർ. 18 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓട്ടോ എത്രയുണ്ട്? 1.20 മോഡലുണ്ട്. 1.20 ഓടിയിട്ടുണ്ടല്ലേ? ഇത് ഡോർ ലോക്ക് ആയി. ആരും ആവശ്യക്കാരുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താലേ കേട്ടോ. പിന്നെ വേറെ റീപ്ലേസ് തട്ടുമുട്ട് മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, കാണിച്ച് ഇമ്മീഡിയ എടുക്കാം. ഓക്കെ, ഇത് VDI അല്ലേ ഓപ്ഷൻ വരുന്നത്? ടയറൊക്കെ ഫുൾ കട്ട് ടയറൊക്കെ ഉണ്ട് കേട്ടോ. ടെൻഷൻ വേണ്ട. എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് 5.5 കൊടുക്കാം. 5.5 കൊടുക്കാം. ലോണ് ഏകദേശം പിന്നെ ഫുള്ളിന്റെ അടുത്ത് തന്നെ ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ, ഫുള്ള് ലോൺ കൊടുക്കാം അല്ലെ? മാക്സിമം ലോൺ കയറുന്ന ഒരു വണ്ടിയാണ്. ആവശ്യക്കാരനൊക്കെ നോക്കിക്കോളി.
ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഹോണ്ട സിറ്റി കൊടുക്കാം അല്ലെ? അതെ. അതും ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? വി ഓപ്ഷൻ. വി എന്ന് പറയുമ്പോ സൺറൂഫ് മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മോഡൽ എത്രയായിരുന്നു? 2017 മോഡൽ. 17 വണ്ടി. ഓക്കെ. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1.10 ഒക്കെ ഉണ്ടാവും, 1.15 ഉണ്ടാവും. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഇല്ല, തട്ടുമുട്ട് ഇടി ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ല? നല്ല വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്കൊരു 5.80 കൊടുക്കാം. 5.80 കൊടുക്കാം. അതും 2017 വി വണ്ടി. ഫുള്ള് ലോൺ കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. ഇവിടെ ഒരു ജനപ്രിയ വണ്ടി സ്വിഫ്റ്റ് കാറാണ്. ടൈപ്പ് 2 ആണ് അല്ലെ? ഡീസൽ വണ്ടി. എത്ര മോഡലായിരുന്നു? 2014 മോഡൽ. 14 വണ്ടിയാണ്. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.15. ഓട്ടം വലിയ കൂടുതലല്ല. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓപ്ഷൻ പിന്നെ വീഡിയോ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. സ്ക്രീൻ കൺട്രോൾ വരില്ല. പിന്നെ അത്യാവശ്യം എല്ലാ ഭാഗം ഫിറ്റ് അല്ലേ? മെക്കാനിക് എന്ത് പാട്? സൂപ്പറാ. ടയറൊക്കെ പുത്തനാണ്. 4 കടും പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ടയറിന്റെ ചിന്തിക്കാനില്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? 3.60 കൊടുക്കാം. 3.60. 2014 വണ്ടി. 3.65 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസലിന് 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നിസാന്റെ മൈക്ര ആണ്. എക്സൽ. അതായത് ചെറിയ ബഡ്ജറ്റിൽ വണ്ടി എടുക്കും ചെയ്യാം, മൈലേജും കൂടുതൽ കിട്ടും. ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വണ്ടി. ഇത് ഡീസലോ പെട്രോളോ? ഡീസലിലെ മൈലേജ് കൂടുതലുള്ളൂ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2016-17 രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.20 ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ സൂപ്പർ അല്ലേ? കളിച്ചിമിന്റ് എടുക്കായോ? എത്ര ആസ്കേനെ? നമുക്ക് 2.40 കൊടുക്കാം. ലോൺ അത്ര തന്നെ ചെയ്യാം. ലോണ് പൈസ വേണ്ട, 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. വീണ്ടും കിതുമത്തിന്റെ കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു വാഗനർ അല്ല. ഇങ്ങനത്തെ കളറൊക്കെ എന്താ അറിയോ? ഇത് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സാധനമാണ്. അതാണ് നമ്മൾ കുതിരത്തിന്റെ കളർ എന്നൊക്കെ പറയുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2021 മോഡൽ ZXi. 21 ZXi 1.2. ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ. പറഞ്ഞോ? തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ക്ലീൻ പീസ്, പെട്ടി പീസ്. ഓക്കെ. എത്ര ചെയ്യാ ബ്രോ ഇത്? നമുക്കൊരു 4.80 കൊടുക്കാം. 4.80 കൊടുക്കാം. 4.75. ലോൺ അത്ര തന്നെ ചെയ്യാം. അത്ര തന്നെ ലോണും കിട്ടും. ഇത് മാനുവലാ ഓട്ടോമാറ്റിക്? മാനുവൽ ഉണ്ട് അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോളി കേട്ടാ. ഇവിടെ നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കാം. 2012 മോഡൽ. 12 വണ്ടി ഓഫറിൽ കൊടുക്കല? ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോ ആണ് ഓപ്ഷൻ പിന്നെ? വീഡിയോ ഓപ്ഷൻ. ഓക്കെ. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1.30 ഉണ്ടാവും. 1.30 ഓട്ടോ ഉണ്ട് അല്ലേ? ഓക്കെ. ഇടിമുത്തുണ്ടോ? ഒന്നുമില്ല. അല്ല മെക്കാനിക് ഒക്കെ കുഴപ്പമില്ല. ചെറിയ വർക്കുകൾ ഉണ്ടാവും. എടുത്തു കൊടുക്കല? അല്ല, ആ പ്രൈസ് നമുക്ക് കൊടുക്കാം. അതെ, അത് കുറച്ച് കൊടുക്കാം. ഓക്കെ. എത്ര ആസ്കേനെ? നമുക്ക് 2.45 ഫൈനലായിട്ട് കൊടുക്കാം. 2.45 ഫൈനലായിട്ട് കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാം. വർക്ക് എടുത്താൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ 2 ചില റേറ്റാ പറഞ്ഞത്. ഓക്കെ. വർക്ക് അവരെടുക്കണം? അവരെടുക്കണം. 10-20 ഉറുപ്പിന്റെ വർക്ക് ഉണ്ടാവും. അത് എടുക്കുന്ന ആള് എടുത്താൽ മതി. അത് നിങ്ങൾ സംസാരിച്ചോളി. എടുക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ. ആരെങ്കിലും ഫോൺ ഈ വണ്ടിക്ക് വേണ്ടി വിളിച്ചാലേ നിങ്ങൾ പറഞ്ഞു കൊടുത്താളി. ഓക്കെ. സെയിൽസിനൊക്കെ പറ്റിയൊരു വണ്ടി, അതും മാരുതിന്റെ ഈക്കോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല അടിപൊളി വണ്ടിയല്ലേ? നല്ല വണ്ടി. മോഡല് കൂടിയൊരു വണ്ടിയാണ്. എത്ര മോഡലായിരുന്നു? 2020-21 രജിസ്റ്റർ. 21 രജിസ്റ്റർഡ് ആയിട്ടുള്ള വണ്ടി. ഒരേ ഒരു ഓണർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 35,000 കിലോമീറ്റർ. 35 അല്ലേ? അതെ. വെറും ചില്ലറ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഷോറൂം കണ്ടീഷൻ അല്ല? അതെ. വേറെ വർക്കൊന്നും എടുക്കാനില്ലല്ലോ? മിയ. ഓക്കെ. തട്ട് ഇടിയുത്തൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കാം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് 5 സീറ്റ് AC അല്ലേ? 5 സീറ്റ് അല്ലേ? അതെ, 5 സീറ്റ് AC വണ്ടി. അതെ. ഓക്കെ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്. ഓട്ടം കുറവുണ്ട്. എത്രയൊക്കെ ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 4.30 ചോദിക്കേണ്ട 25-നൊക്കെ കൊടുക്കാം. 4.25-നൊക്കെ കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. പൈസ വേണ്ട, ഫുള്ള് ലോൺ. നല്ല കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു
അടിപൊളി വണ്ടി, ഒരേ ഒരു ഓണർ അല്ലെ, അതെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടി, അതും പെട്രോൾ ആണ്, VXI ആണ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. ഇത് എത്ര മോഡലായിരുന്നു? ഇത് 2014 രജിസ്റ്ററിൽ ഒരു വണ്ടിയാണ്. 2014 രജിസ്റ്റേർഡ് അല്ലേ? ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1 ലക്ഷം. റീപ്ലേസ് എന്തുണ്ടോ? ഇല്ല, തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല, ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, പെട്ടി പീസ് നല്ല വണ്ടി, അലുവക്കണ്ടോ. ഇത് പിന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുക്കുക, നല്ല അടിപൊളി. ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കേട്ടോ. ഇതാ ഈ ഡാഷ്ബോർഡിൽ മീറ്റർ ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ വില വ്യത്യാസമുണ്ട്, കൂടുതലാണ് അല്ല, ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ചെറിയ വില കൂടുതലാണ് ഈ വണ്ടിക്ക്. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് 290 കൊടുക്കാം. 290 കൊടുക്കാം അല്ല? മാക്സിമം ലോൺ ചെയ്യാം, ലോൺ മാക്സിമം കൊടുക്കാം, ഫുൾ കൊടുക്കാം, ഏകദേശം ഒരു 2.5 മുകളിൽ ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാർ വരട്ടെ. ഇതാ ഇവിടെ സൺറൂഫ് ഉള്ള ഒരു വണ്ടി, അതായത് WRV ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം WRV ആണ്. ഇതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല്ലേ, ഒരു ഡൽഹി രജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്പർ ആക്കിയിട്ട് കൊടുക്കല, നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൈസ് ആണ് ഇവിടെ പറയുന്നത്. എത്ര മോഡലായിരുന്നു? 2017 മോഡല്. 17 വണ്ടി. ഓക്കെ, വണ്ടി എന്തുപാട് മെക്കാനിക് കാര്യങ്ങളൊക്കെ? നല്ല വണ്ടി. ഒന്നിന്റെ ചോട ഓടിയിട്ടുള്ളൂ, ഒന്നിന്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടല്ലേ? വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്യുന്ന ആൾക്ക് എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നല്ല നീറ്റ് ഓപ്ഷൻ തന്നെ VX ഏറ്റവും ഫുള്ള് എല്ലാം വരുന്നുണ്ട് കേട്ടോ. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും ബ്രോ? നമുക്ക് 5.75 കൊടുക്കാൻ പറ്റും. 5.75 കൊടുക്കാം അല്ല? ഫുള്ള് ലോൺ കൊടുക്കാം, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. അപ്പോ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ കാണിച്ചത്. ഇവിടുത്തെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷെഫീഖ് ബ്രോനെ ബന്ധപ്പെടാം, മൂപ്പര നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ട്ണർ അച്ചായനുണ്ട്, മൂപ്പരെയും കോൺടാക്ട് ചെയ്യാം, അവരെയും നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.